അൽഹംദുലില്ലാഹ്. വിശുദ്ധ റമളാനിന്റെ ശേഷം വീണ്ടും അല്ലാഹുവിന്റെ വിശുദ്ധ ദീനിനെ കുറിച്ചും ഇൽമ് പറയാനും അറിയാനുമൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ സൂറത്ത് എല്ലാ നിസ്കാരത്തിലും നിർബന്ധമായിട്ടും നാം പാരായണം ചെയ്യേണ്ട സൂറത്ത്. നമ്മെ സംബന്ധിച്ചിടത്തോളം 17 തവണ തെറ്റുകളില്ലാതെ ആശയവും അതിൻ്റെ ഉള്ളടക്കവും അതിൻ്റെ അർത്ഥവുമൊക്കെ മനസ്സിൽ അറിഞ്ഞുകൊണ്ട് കൃത്യമായി പാരായണം ചെയ്യേണ്ട സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ. ഖുർആനിന്റെ മൊത്തത്തിലുള്ള ഉള്ളടക്കം, വിശുദ്ധ ഖുർആൻ 6666 ആയത്തുകൾ അടങ്ങിയ 114 അധ്യായങ്ങളുള്ള വളരെ ബൃഹത്തായ അല്ലാഹുവിന്റെ കലാമാണ്. അതിൽ ഒന്നാമത്തെ സൂറത്തായ ഉമ്മുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഫാത്തിഹയുടെ പേരുകളെ കുറിച്ചൊക്കെ നമുക്ക് പറയാം. ആ സൂറത്തുൽ ഫാത്തിഹയിൽ വിശുദ്ധ ഖുർആനിന്റെ ഈ വിശാലമായി 6000-ൽ പരം ആയത്തുകളിൽ വിശാലമായി കിടക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ സംക്ഷിപ്തമായി സൂറത്തുൽ ഫാത്തിഹയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ തൗറാത്തും ഇൻജീലും സബൂറും ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അമ്പിയാക്കൾക്ക് അവതരിപ്പിച്ച ഒരു ഗ്രന്ഥത്തിലും ഒരു ഏടുകളിലും ഒരു കിതാബുകളിലും ഉള്ള അധ്യായങ്ങൾക്കോ വചനങ്ങൾക്കോ ഇല്ലാത്ത ശ്രേഷ്ഠത വിശുദ്ധ ഖുർആനിന്റെ ആദ്യ സൂറത്തായ ഫാത്തിഹ സൂറത്തിനുണ്ട് എന്ന് പറയാനുള്ള കാരണം, പലപ്പോഴും നമ്മൾക്കൊക്കെ എപ്പോഴും കേൾക്കുന്നത്, എപ്പോഴും കാണുന്നത്, എപ്പോഴും ഇടപെടുന്നത്, നമുക്കൊക്കെ അറിയാവുന്നത്, അതിനെയൊക്കെ നിസ്സാരമായിട്ട് നമ്മളൊക്കെ മനസ്സിൽ തോന്നാറുണ്ട്. മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളെ തൊട്ട് മുന്നിലുണ്ടാകുമ്പോ, നമുക്കൊക്കെ മനഃപ്പാടമുള്ളതാകുമ്പോ, എപ്പോഴും നമ്മൾ പാരായണം ചെയ്യുന്നതാകുമ്പോ അതിന്റെ ഗൗരവവും അതിന്റെ മഹത്വവും നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പറയുന്നത് കാണാം, ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറയാണ്, അലാ ഉഅല്ലിമുക സൂറതൻ മാ ഉൻസില ഫിത് തൗറാത്തി വലാ ഫിസ് സബൂർ വലാ ഫിൽ ഇൻജീൽ വലാ ഫിൽ ഖുർആനി മിസ്ലുഹാ. ഹബീബായ തങ്ങൾ പറയാണ്, അലാ ഉഅല്ലിമുക സൂറതൻ, ഉബയ്യേ നിനക്ക് ഞാനൊരു സൂറത്ത് പഠിപ്പിച്ചു തരട്ടെയോ, മാ ഉൻസില ഫിത് തൗറാത്തി വലാ ഫിസ് സബൂർ, തൗറാത്തിലോ സബൂറിലോ അത് അവതരിപ്പിച്ചിട്ടില്ല, വലാ ഫിൽ ഇൻജീലി വലാ ഫിൽ ഖുർആൻ, ഇൻജീലിലോ ഖുർആനിലോ മിസ്ലുഹാ അതിനോട് സമാനമായ ഒരു സൂറത്തും ഇല്ല. കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ബലാ യാ റസൂലല്ലാഹ്, അതേ നബിയേ,
അപ്പൊ ഹബീബായ തങ്ങൾ പറഞ്ഞത് ലഅല്ലക അല്ലാ തഖ്റുജ മിൻ ദാലികൽ ബാബി ഹത്താ ഉഖ്ബിറക ബിഹാ. അവര് മദീന പള്ളിയുടെ അകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഉബയ്യ് റളിയല്ലാഹു അൻഹുവും നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുന്നത്. എന്നിട്ട് തങ്ങൾ പറയാണ്, ഈ വാതിലിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന്റെ മുമ്പ് ഞാനത് പറഞ്ഞു തരാം. فقمت معه فجعل يحدثني ويدي في يده. എന്റെ കൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ കൈയും പിടിച്ച് ഞങ്ങൾ എഴുന്നേറ്റ് നടക്കുകയാണ്. فجعلت أتباطأ كراهية أن يخرج قبل أن يخبرني بها. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ഈ വാതിലിൽ നിന്ന് വാതിൽ തുറന്ന് ഇറങ്ങുന്നതിന്റെ മുമ്പ് നിനക്ക് ഞാൻ അത് പഠിപ്പിച്ചു തരാം എന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നടത്തം കുറച്ച് സ്പീഡ് കുറച്ചു. നടത്തം അല്പം സ്പീഡ് കുറച്ച്, കാരണം വാതിലിൽ കടന്നാൽ പിന്നെ അത് പറയാൻ സാധ്യതയില്ല. അതിന്റെ മുമ്പ് പഠിപ്പിച്ചു തരാൻ വേണ്ടി നടത്തം കുറച്ച് സ്ലോവാക്കി, വളരെ സ്പീഡ് കുറച്ച് നടന്നു. ഫലമ്മാ ദനൗതു മിനൽ ബാബ്, ഞാൻ വാതിലിന്റെ അടുത്തെത്തിയപ്പോ ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് അസ്സൂറത്തുൽ ലതീ വഅദ്തനീ, നിങ്ങൾ പഠിപ്പിച്ചു തരാമെന്ന് വാഗ്ദത്തം ചെയ്ത സൂറത്ത് ഏതാണ്? നമുക്കൊക്കെ അറിയുന്നത് തന്നെ, എന്നാലും അതിന്റെ ഗൗരവത്തിൽ അവർ സംസാരിക്കുകയാണ് അതിനെക്കുറിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കൈഫ തഖറഉ ഇദാ കുൻത ഫിസ്വലാ, നിസ്കാരത്തിലേക്ക് കടന്നാൽ, നിസ്കാരം തുടങ്ങിയാൽ നീ എന്താണ് പാരായണം ചെയ്യാറുള്ളത്? അപ്പൊ ഹബീബായ തങ്ങൾ പറഞ്ഞത്, ഫഖറഅതു ഫാത്തിഹത്തുൽ കിതാബ്, ഞാൻ വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും ആദ്യത്തെ സൂറത്തായ ഫാത്തിഹയാണ് ഓതാറുള്ളത്. ഫഖാല ഹിയ ഹിയ, അതെ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. വഹിയ സബ്ഉൽ മസാനി അല്ലതി ഖാല അല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സബ്ഉൽ മസാനി എന്ന് പേരുള്ള സൂറത്താണത്. വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനൽ അദീം. വലഖദ് ആതൈനാക, നബിയേ തങ്ങൾക്ക് ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നു, നൽകിയിരിക്കുന്നു, സബ്അൻ മിനൽ മസാനി, സബ്ഉൻ മിനൽ മസാനി, സബ്ഉൽ മസാനി എന്നു പേരുള്ള ഫാത്തിഹ സൂറത്ത് നൽകിയിരിക്കുന്നു. വൽ ഖുർആനൽ അദീം, ബഹുമാനമുള്ള മഹത്വമേറിയ വിശുദ്ധ ഖുർആൻ നൽകിയിരിക്കുന്നു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുവത്തയിൽ ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ വിശുദ്ധ ഖുർആനിൽ മനുഷ്യന്റെ മുഅ്മിനിന്റെ ജീവിതത്തിൽ ആവർത്തിക്കേണ്ട 7 ആയത്തുകൾ, അതാണ് അസ്സബുൽ മസാനി എന്ന് ഫാത്തിഹ സൂറത്തിന് പേര് വരാനുള്ള കാരണം. അസ്സബു എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, 7, അൽ മസാനി ആവർത്തിക്കപ്പെടുന്ന. എന്തുകൊണ്ടാണ് ആവർത്തിക്കപ്പെട്ടത്? ഒന്ന്, നമ്മുടെ നിസ്കാരത്തിൽ ആവർത്തിച്ചു വരുന്നതാണ് സബ്ഉൻ മിനൽ മസാനി. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ആവർത്തിച്ച് ഓതുന്നതാണ്. അതുപോലെ തന്നെ 2 ഭാഗങ്ങളാണ് സൂറത്തുൽ ഫാത്തിഹയിൽ അടങ്ങിയിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മളത് ഉൾക്കൊണ്ട്, അതൊക്കെ മനസ്സിലാക്കി, അതിന്റെ ഗൗരവം ഉൾക്കൊണ്ട് നമ്മൾ ഫാത്തിഹ ഓതുകയാണെങ്കിൽ നിസ്കാരത്തിൽ നിർബന്ധമായിട്ടും അതിന്റെ യാതൊരു വിശേഷണങ്ങളും ചോർന്നു പോകാത്ത രൂപത്തിൽ പാരായണം ചെയ്യൽ നിർബന്ധമാണ്. ഒരക്ഷരത്തിന്റെ ഒരു വിശേഷണം തെറ്റിപ്പോയാൽ നിസ്കാരം തന്നെ ഇല്ലാതായി പോകും, ബാത്തിലായി പോകും. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഫാത്തിഹ സൂറത്തിന്റെ മഹത്വമാണ് ഇന്ന് പറയുന്നത്. ഫാത്തിഹ സൂറത്ത് 2 ഭാഗങ്ങളാണ്. നിസ്ഫുഹാ സനാഉൽ അബ്ദി ലിറബ്ബ്, പകുതി ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അടിമകളാകുന്ന നമ്മൾ പ്രശംസിക്കുകയാണ്. വനിസ്ഫുഹാ,
ബാക്കി പകുതി ഭാഗം അതാഉർ റബ്ബി ലിൽ അബ്ദി, റബ്ബാകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമയാകുന്ന നമ്മൾക്ക്, അടിമകളാകുന്ന നമ്മൾക്ക് നൽകുന്ന സ്ഥാനങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വിഭവങ്ങളാണ്. നമുക്കറിയാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവ സ്തുതികളും പ്രശംസകളും അല്ലാഹുവിനാണ്. അർ റഹ്മാനിർ റഹീം, കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവൻ. മാലികി യൗമിദ്ദീൻ, അവൻ അന്ത്യനാളിലെ അധികാരമുള്ളവനാണ്. എല്ലാവരുടെയും എല്ലാ അധികാരങ്ങളും നഷ്ടപ്പെടുന്ന ദിവസത്തിൽ ഏറ്റവും വലിയ അധികാരമുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. മാലികി യൗമിദ്ദീൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പടച്ചവനെ, അതുകൊണ്ട് ഞങ്ങളെല്ലാവരും നിന്നെ ആരാധിക്കുന്നു, നിന്നോട് നിന്റെ മുന്നിൽ മാത്രം ആരാധനകൾ അർപ്പിക്കുന്നു, നിന്നോട് മാത്രമാണ് ഞങ്ങൾക്ക് സഹായങ്ങളും എല്ലാ കാര്യങ്ങളും ചോദിക്കാനുള്ളത് എന്ന് പറയുന്ന ഭാഗം വരെ നമ്മൾ അള്ളാന്റെ പ്രശംസ പറയാണ്. അള്ളാഹുവിന്റെ മദ്ഹുകളാണ്, അള്ളാഹുവിന്റെ സ്തുതികൾ, സ്തുതി പാടുകയാണ് അത്രയും ഭാഗം. എന്നാൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നാണ് അതിന്റെ അർത്ഥം. ഒരു വാക്കർത്ഥം മാത്രം പറയാണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേർമാർഗത്തിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്, ഹിദായത്തിന്റെ മാർഗത്തിൽ ഞങ്ങൾ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, നീ പിഴപ്പിക്കാത്ത, നിന്റെ അനുഗ്രഹം ലഭിച്ച, നീ ദേഷ്യം പിടിക്കാത്ത ഔലിയാക്കളായ സ്വാലിഹീങ്ങളായ ആളുകളുടെ മാർഗമാകുന്ന സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായ മാർഗം, പിഴക്കാത്ത മാർഗം, ഹിദായത്തിന്റെ സന്മാർഗത്തിന്റെ മാർഗം, അത് ഞങ്ങൾക്ക് നൽകണേ, നൽകിയത് ഉറപ്പിച്ചു നീ സ്ഥിരപ്പെടുത്തണേ. ഇങ്ങനെ നമുക്ക് വേണ്ട അള്ളാഹു നൽകുന്ന ഒരു കാര്യങ്ങളാണ് രണ്ടാമത്തെ പാർട്ടിൽ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ പാർട്ടിൽ അള്ളാഹുവിന്റെ പ്രശംസയാണ്. ഇങ്ങനെ രണ്ട് ഭാഗങ്ങൾ ഉള്ളത് കൊണ്ടാണ് മഹാനി, രണ്ട് ഭാഗങ്ങളാക്കിയ സൂറത്ത് എന്നതിന് പേര് വരുന്നത്. ഇനിയും ധാരാളം കാരണങ്ങൾ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ റക്അത്തുകളിലും ആവർത്തിക്കുന്ന സൂറത്തായതുകൊണ്ട് മസാനി, ആവർത്തിക്കപ്പെടുന്നതെന്ന അർത്ഥത്തിൽ. എന്നാൽ മറ്റു കിതാബുകളിൽ, തൗറാത്തിലോ ഇഞ്ചീലിലോ സബൂറിലോ ഖുർആനിൽ തന്നെയും മറ്റു സൂറത്തുകൾക്കില്ലാത്ത വലിയ പവറുള്ള സൂറത്തായതുകൊണ്ടാണ് ഇങ്ങനെ മസാനി എന്ന് പറഞ്ഞത്. ഇങ്ങനെ ധാരാളം കാരണങ്ങൾ അതിന് പറയുന്നുണ്ട്. മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, സൂറത്തുൽ ഫാത്തിഹ നിസ്കാരത്തിൽ ഓതണം എന്നുള്ളത് തീർച്ചയാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ വലിയ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വരുമ്പോഴൊക്കെ നമ്മൾ ഫാത്തിഹ സൂറത്തിനെ അവലംബിക്കുന്നത് നല്ലതാണ്. ഞാനതാണ് പറഞ്ഞത്, നമുക്ക് അറിയുന്നതും നമുക്ക് മനപ്പാടുള്ളതും എപ്പോഴും നമ്മൾ ഓതുന്നതുമായതുകൊണ്ട് നമുക്കതിന്റെ ഗൗരവം കുറഞ്ഞു പോകരുത്. നമ്മുടെ മനസ്സിൽ അതിന്റെ ബഹുമാനം നമ്മുടെ മനസ്സിൽ കുറഞ്ഞു പോകരുത്. നമ്മുടെ കുട്ടിക്ക്, മക്കൾക്ക്, അല്ലെങ്കിൽ വീട്ടിലെ ആർക്കെങ്കിലും വല്ല അസുഖവും വന്നാൽ, വല്ല പ്രയാസവും വന്നാൽ ഉടനെ തന്നെ നമ്മൾ ഓട്ടോ വിളിച്ച് അല്ലെങ്കിൽ വീട്ടിലുള്ള വണ്ടിയെടുത്ത് നമ്മൾ ഡോക്ടറെ കാണാൻ പോവുകയാണ്. ഡോക്ടറെ കാണണം, വേണ്ട സമയങ്ങളിൽ കാണണം, അതൊക്കെ ശരിയാണ്. പക്ഷേ അതിന്റെയൊക്കെ മുമ്പ് ഒരു മുഅ്മിൻ എന്നുള്ള നിലയ്ക്ക് ഒരു ഫാത്തിഹ ഓതി, ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ഫാത്തിഹ ഓതി അതിലേക്കൊന്ന് ഊതിയിട്ട് ആ രോഗിക്കത് കൊടുത്താൽ എന്തൊരു സുഖമുള്ള മരുന്നാണ്, ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത മരുന്നാണ്, ഒരു കാശും കൊടുക്കാതെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മരുന്നാണ്. പക്ഷേ നമ്മളത് അതിന് മറന്നുപോവുകയാണ്, നമ്മളത് ചെയ്യാൻ മറന്നുപോവുകയാണ്. അല്ലെങ്കിൽ ഫാത്തിഹ ഇങ്ങനെയൊക്കെ പറ്റുമോ എന്ന് നമ്മൾ അറിയാതെ പോവുകയാണ്, ചിന്തിക്കാതെ പോവുകയാണ്.
ഫാത്തിഹയെ കുറിച്ച് സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു പേര് തന്നെ സൂറത്തു ശിഫാ എന്നാണ്. സൂറത്തു ശിഫാ, മരുന്ന് സൂറത്ത്, രോഗശമനം നൽകുന്ന സൂറത്ത്. അതങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുകൊണ്ടാണ് സൂറത്തു ശിഫാ എന്നതിന് പേര് വന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇനിയുള്ള കാലങ്ങളിൽ എപ്പോഴും സൂറത്തുൽ ഫാത്തിഹ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും ആദ്യം നമ്മൾ പ്രയോഗിക്കുന്ന മരുന്നായിട്ട് നമ്മൾ മാറ്റണം. വല്ലാത്ത ഫലം അതിനുണ്ട്. സൂറത്തുൽ ഫാത്തിഹയെ അങ്ങനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവർക്ക് ഫമൻ ഫതഹ ലിസാനഹു ബിഖിറാഅതിഹാ, സൂറത്തുൽ ഫാത്തിഹ ഓതി എന്തിനും സൂറത്തുൽ ഫാത്തിഹ ഓതുകയാണ്. നമ്മുടെ ഒരു മൊത്തത്തിലുള്ള സ്വഭാവം അങ്ങനെ തന്നെയാണ്. ഒരാൾ മരണപ്പെട്ടാൽ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ, അൽ ഫാത്തിഹ എന്ന് പറയും ഉസ്താദുമാരും, അൽ ഫാത്തിഹ. അതുപോലെ തന്നെ ഒരു സദസ്സിൽ, ഒരു മൗലിദിന്റെ സദസ്സ് നടക്കുകയാണെങ്കിൽ അതിന്റെയും തുടക്കത്തിൽ അൽ ഫാത്തിഹ, അത് അവസാനിക്കുമ്പോൾ അൽ ഫാത്തിഹ. നമ്മളൊരു വീടിന് തറക്കല്ലിടുകയാണെങ്കിൽ അവിടെയും അൽ ഫാത്തിഹ. അതുപോലെ തന്നെ വീടിന് കട്ടിൽ വെക്കുകയാണെങ്കിലും ഇങ്ങനെ എല്ലാ ചടങ്ങുകളിലും, നമ്മൾ ഒരു യാത്ര പോവുകയാണെങ്കിൽ അവിടെയും എല്ലാം നമ്മുടെ ഉസ്താദുമാര് വന്ന് അൽ ഫാത്തിഹ വിളിക്കും, എന്നിട്ട് അത് ഓതും. ഇങ്ങനെ പൊതുവെ നമ്മളുടെ ഇടയിൽ സ്വഭാവമുണ്ട്. അതൊരു സദസ്സിലേക്ക് മാത്രം ചുരുങ്ങരുത്, ആളുകൾ കൂടുന്ന സ്ഥലത്തിൽ മാത്രമായി പോകരുത്. നമ്മുടെയൊക്കെ സ്വന്തം വ്യക്തി ജീവിതത്തിൽ എപ്പോഴും ഫാത്തിഹയെ നമ്മൾ പ്രണയിക്കണം. ഫാത്തിഹ എപ്പോഴും നമുക്ക് ഓതണം. എന്ത് വിഷമം വന്നാലും ഫാത്തിഹ ഓതി. ഇപ്പൊ ഒരു നെഞ്ചുവേദന വരികയാണ്, അല്ലെങ്കിൽ കയ്യിന് വേദനയാണ്, കാലിന്റെ മുട്ടിന് വേദനയാണ്, നമ്മളൊരു 7 ഫാത്തിഹ ഓതുക. നമ്മൾ തന്നെ തീരുമാനിക്കുക, എണ്ണൊക്കെ 7 ഫാത്തിഹ, അല്ലെങ്കിൽ ഒരു 11 ഫാത്തിഹ, അല്ലെങ്കിൽ ബദരീങ്ങളുടെ പേരിൽ ഒരു 40 ഫാത്തിഹ, ഇങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ട് ആ ഫാത്തിഹ ഓതി കുറച്ച് വെള്ളത്തിലേക്ക് ഊതിയിട്ട് മന്ത്രിച്ചിട്ട് ആ വെള്ളം ആ വേദനയുള്ള സ്ഥലങ്ങളിൽ പുരട്ടിക്കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് പിന്നെ വലിയ രോഗങ്ങളാണെങ്കിൽ ഇങ്ങനെ ഫാത്തിഹ ഓതി വീട്ടിലിരിക്കണമെന്ന് ഇനി ഉസ്താദ് പറഞ്ഞു എന്ന് ആരും പറയണ്ട. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട പ്രാഥമിക ചികിത്സകളാണ്. വലിയ രോഗങ്ങൾ വരുമ്പോ അതിന്റെ മരുന്ന് തേടി പോകണമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ അതിന്റെ മുറ പോലെ നടത്തണം. അത് മറ്റൊരു കാര്യം. എന്നാൽ ചെറിയ മക്കള് വാശി പിടിക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, രാത്രി ഉറക്കില്ല, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വരും. അതിന് പ്രത്യേകമായ മന്ത്രങ്ങൾ ഉസ്താദുമാരുടെ അടുത്ത് നിന്ന് ഇജാസത്ത് കിട്ടിയ അതനുസരിച്ച് നമ്മുടെ ഉസ്താദുമാരുടെ കയ്യിലുണ്ടാകും. അത് ചെയ്യേണ്ട സാഹചര്യത്തിൽ അത് ചെയ്യുക. എന്നാൽ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ചെയ്തു കൊടുക്കേണ്ടത് നമുക്കറിയുന്ന വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സൂറത്തു ശിഫാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഫാത്തിഹ സൂറത്ത് ഓതി അതൊന്ന് തലയിലേക്ക് ഊതിക്കൊടുക്കുക, വേദനയുള്ള സ്ഥലത്തേക്ക് ഊതിക്കൊടുക്കുക, വെള്ളത്തിൽ ഊതി അത് കുടിക്കാൻ കൊടുക്കുക, അതുപോലെ തന്നെ അത് പുരട്ടിക്കൊടുക്കുക. ഇതൊക്കെ നമുക്ക് നമ്മളെ കാര്യത്തിന് ചെയ്യാം, നമ്മുടെ വീട്ടിലുള്ളവരുടെ കാര്യത്തിനൊക്കെ അത് ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഫമൻ ഫതഹ ലിസാനഹു ബിഖിറാഅതിഹാ, അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഒരാൾ ഫാത്തിഹ സൂറത്ത് ഓതുകയാണ്, വമൻ ഫതഹ ലിസാനഹു ബിഖിറാഅതിഹാ, ഫാത്തിഹ സൂറത്ത് എല്ലാത്തിനും ഓതുന്ന സ്വഭാവക്കാരനാണ് അവൻ. അവന്റെ നാവിൽ എന്ത് മുസീബത്ത് വന്നാലും, പ്രയാസങ്ങൾ വന്നാലും, വിഷമങ്ങൾ വന്നാലും, എന്ത് കാര്യത്തിന്റെ ബറക്കത്തിന് വേണ്ടിയും എന്തിന്റെ തുടക്കത്തിലും ഒരു ഫാത്തിഹ ഓതുകയാണ്. ജോലിക്ക് ഇറങ്ങുകയാണ്, അപ്പൊ ഒരു ഫാത്തിഹ സൂറത്ത് ഓതി ഇറങ്ങുക. അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുകയാണ്, ഒരു ഫാത്തിഹ സൂറത്ത് ഓതുക. മറ്റു ദിക്റുകളൊക്കെ വേണം, അതോടുകൂടെ ഫാത്തിഹ സൂറത്ത് ഓതുക. ഇങ്ങനെ എല്ലാത്തിനും ഒരു ഫാത്തിഹ ഓതുന്ന സ്വഭാവം ഒരാൾ വളർത്തിയെടുത്താൽ നരകത്തിന് 7 വാതിലുകളാണ്, 7 കവാടങ്ങളാണുള്ളത്. നരകത്തിന്റെ 7 കവാടങ്ങളും ആ ഫാത്തിഹ എല്ലാത്തിനും ഓതുന്ന പതിവുള്ളവർക്ക് അവരുടെ മുമ്പിൽ അടക്കപ്പെടും. ഒരിക്കലും നരകത്തിന്റെ വാതിലിലൂടെ, കവാടത്തിലൂടെ കടക്കേണ്ട ഒരു സാഹചര്യം അവനുണ്ടാവുകയില്ല. അപ്പൊ നമ്മൾ ഫാത്തിഹയുടെ ആളാകണം. വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ മഹത്തുള്ളതാണ്, നമുക്കറിയാം.
അതിൽ ഫാത്തിഹയുടെ മഹത്വം അതിലേറെ ഒക്കെ വലുതാണ്. അതുകൊണ്ട് ഫാത്തിഹ സ്ഥിരമായി എല്ലാത്തിനും ഓതുന്ന സ്വഭാവം നമ്മൾ വളർത്തിയെടുക്കണം. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, ഖാല ലിന്നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ മുഹമ്മദു, ഓ നബിയേ, കുന്തു അഖ്ശൽ അദാബ അലാ ഉമ്മതിക, തങ്ങളുടെ സമുദായം ശിക്ഷിക്കപ്പെടുമോ എന്നുള്ള പേടി എനിക്കുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, തങ്ങളുടെ സമുദായത്തിന് ആഖിറത്തിൽ വലിയ ശിക്ഷ ലഭിക്കുമോ എന്ന പേടി എനിക്കുണ്ട്. ഫലമ്മാ നസലത്തിൽ ഫാത്തിഹതു അമിൻതു, എന്നാൽ സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയപ്പോൾ എനിക്ക് ആ പേടി മാറി. ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് പറയാണ്, സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയപ്പോൾ നിങ്ങളുടെ ഉമ്മത്തിന് ശിക്ഷ ലഭിക്കുമെന്നുള്ള പേടി എനിക്ക് മാറി. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, ലിമയാ ജിബ്രീലു, എന്തേ ജിബ്രീൽ അലൈഹിസ്സലാം സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയപ്പോഴേക്ക് പേടി മാറാനുള്ള കാരണം എന്താണ്? അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്ന മറുപടി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാല, അല്ലാഹു പറയാണ്, വ ഇന്ന ജഹന്നമ ലമൗഇദുഹും അജ്മഈൻ ലഹാ സബ്അതു അബ്വാബിൻ ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉം മഖ്സൂം. നരകത്തിന് 7 കവാടങ്ങളാണുള്ളത്. ശിക്ഷയ്ക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട നരകത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങൾ ചെയ്താൽ നരകത്തിലെത്തും. അങ്ങനത്തെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് അല്ലാഹു സങ്കേതമായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ള നരകം, അതിന് 7 വാതിലുകളാണുള്ളത്. സൂറത്തുൽ ഫാത്തിഹയുടെ ആയത്തുകൾ 7 എണ്ണമാണ്. ഫമൻ ഖറഅഹാ, അതുകൊണ്ട് തന്നെ ആരെങ്കിലും സൂറത്തുൽ ഫാത്തിഹ ഓതിയാൽ സ്വാറത്ത് കുല്ലു ആയത്തിൻ തബഖൻ അലാ ബാബ്, സൂറത്തുൽ ഫാത്തിഹയിലെ ഓരോ ആയത്തുകളും നരകത്തിന്റെ ഓരോ വാതിലുകൾക്കുമുള്ള കവചമായി തീരും. ഫതമുറു ഉമ്മതുക അലൈഹാ മിൻഹാ സാലിമീൻ. അതുകൊണ്ട് തന്നെ ഫാത്തിഹ സൂറത്ത് ഇറങ്ങിയപ്പോൾ തങ്ങളുടെ ഉമ്മത്ത് ശിക്ഷിക്കപ്പെടുകയില്ല. അവരുടെ കാര്യത്തിൽ എന്റെ ബേജാർ, എന്റെ ഭയം നീങ്ങിയത് ഫാത്തിഹ സൂറത്ത് സ്ഥിരമായിട്ട് ഓതുന്ന ആളുകളാണെങ്കിൽ ഓരോ വാതിലിൽ നിന്നും രക്ഷപ്പെട്ട് അവർ നരകത്തിൽ പ്രവേശിക്കാതെ സ്വർഗത്തിലേക്ക് പോകും. ഇതുകൊണ്ടാണ് ഫാത്തിഹ സൂറത്ത് ഓതിയപ്പോൾ അല്ലെങ്കിൽ ഇറങ്ങിയപ്പോൾ എനിക്ക് സമാധാനമായതെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്. അപ്പോ മുഅ്മിനീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മൾ ഫാത്തിഹയുടെ ആളുകളാകണം. ഫാത്തിഹ സ്ഥിരമായിട്ട് ഓതുന്നവരാകണം. ധാരാളം പേരുകൾ ഫാത്തിഹ സൂറത്തിനുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫാത്തിഹത്തുൽ കിതാബ്, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഫാത്തിഹ വിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തെ തുടക്കം, ആരംഭം എന്നൊക്കെയാണ് ഫാത്തിഹയുടെ അർത്ഥം. ഫാത്തിഹത്തുൽ കിതാബ് വിശുദ്ധ ഖുർആനിന്റെ 1ാമത്തെ സൂറത്ത്. അതുപോലെ തന്നെ സൂറത്തുൽ ഹംദ് എന്നതിന് പേരുണ്ട്. കാരണം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ സ്തുതി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഹംദ്. സൂറത്തു ഉമ്മിൽ ഖുർആൻ വിശുദ്ധ ഖുർആനിന്റെ അസ്ലാണ്. നമുക്കറിയാം ഉമ്മ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെയൊക്കെ അസ്ലാണ്, നമ്മുടെയൊക്കെ അടിസ്ഥാനമാണ് ഉമ്മ. ഉമ്മയിലാണ് നമ്മൾ ഉണ്ടാകുന്നത്, ഉമ്മയാണ് നമ്മളെ പ്രസവിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആനിന്റെ ഉമ്മയായിട്ട് പരിഗണിക്കാൻ പറ്റുന്ന സൂറത്താണ് ഫാത്തിഹ സൂറത്ത്. അതുകൊണ്ട് തന്നെ ഉമ്മുൽ ഖുർആൻ എന്നതിന് പേരുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞ സബഉൽ മഥാനി എന്ന പേര് നമുക്കറിയാം. അൽ വാഫിയ, വാഫിയ എന്നതിന് പേരുണ്ട്. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. കാഫിയ എന്ന് പേരുണ്ട്. അതുപോലെ സൂറത്തുൽ അസാസ് എന്ന് പേരുണ്ട്. സൂറത്തു ഷിഫാ, നേരത്തെ നമ്മൾ പറഞ്ഞു ശമനം നൽകുന്ന സൂറത്ത് എന്ന് പേരുണ്ട്. സൂറത്തു സ്വലാത്ത്, സ്വലാത്ത്, സൂറത്തു സ്വലാത്ത്
എന്ന് പേരുണ്ട്. നിസ്കാരത്തിൽ ഓതൽ നിർബന്ധമായതുകൊണ്ട് സൂറത്തു സ്വലാത്ത്. സൂറത്തു സുആൽ, അള്ളാഹുവിനോട് എങ്ങനെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ചോദിക്കേണ്ടത്, അത് നമുക്ക് സൂറത്തുൽ ഫാത്തിഹയിൽ കാണാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അള്ളാഹുവിനോട്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, പടച്ചവനെ ഹിദായത്തിൽ ഞങ്ങൾ അടിയുറപ്പിച്ചു നിർത്തണേ. ഈ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, അള്ളാഹുവിനോടുള്ള ചോദ്യം തേട്ടം ഉള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് സൂറത്തു സുആൽ എന്ന് പറയും. സൂറത്തു ശുക്ർ, നന്ദി പറയുന്ന സൂറത്ത് എന്നും അതിന് പേരുണ്ട്. കാരണം അള്ളാഹുവിന്റെ നന്ദി വാചകങ്ങൾ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഏറ്റവും വലിയ നന്ദി വാചകമാണത്. പടച്ചവനെ നിനക്കാണ് എല്ലാ സ്തുതികളും, എല്ലാ ഹംദുകളും, എല്ലാ മദ്ഹും എല്ലാം നിനക്കാണ് എന്ന് നമ്മൾ പറയാണ്. അതുപോലെ തന്നെ സൂറത്തു ദുആ, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്നുള്ള ദുആ ഉള്ളത് കൊണ്ട് സൂറത്തു ദുആ എന്നും പേരുണ്ട്. ഇങ്ങനെ ധാരാളം പേരുകൾ അതിനുണ്ട്. കൂട്ടത്തിൽ സൂറത്തു തഅലീമിൽ മസ്അല, അള്ളാഹുവിനോട് ഒരു കാര്യം എങ്ങനെയാണ് ആവശ്യപ്പെടേണ്ടതെന്ന് പഠിപ്പിക്കുന്ന സൂറത്താണ്. എന്റെ മുഅ്മിനീങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹിനോട് ഒരു കാര്യം നമ്മൾ ചോദിക്കുമ്പോ ബിസ്മി ചൊല്ലണം, ഹംദ് ചെയ്യണം, അള്ളാഹുവിനെ കുറെ മദ്ഹ് പറയണം. ഇതൊക്കെ ചെയ്തിട്ട് അള്ളാഹിനോട് ഒരു കാര്യം ചോദിക്കുമ്പോ, കാരണം ഫാത്തിഹ ബിസ്മി കൊണ്ടാണ് തുടങ്ങുന്നത്, എന്നിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന അള്ളാഹിന്റെ മദ്ഹ് പറയാണ്. അർ റഹ്മാനിർ റഹീം, കാരുണ്യവാനായ അള്ളാഹു എന്നുള്ളത് മറ്റൊരു മദ്ഹാണ്. മാലികി യൗമിദ്ദീൻ, അന്ത്യനാളിന്റെ ഉടമസ്ഥൻ എന്നുള്ള മറ്റൊരു മദ്ഹുണ്ട്. പിന്നെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, സർവരും നിന്നെയാണ് ആരാധിക്കുന്നത്, നിന്നോടാണ് സഹായങ്ങൾ ചോദിക്കുന്നത്, ഇത് മറ്റൊരു മദ്ഹാണ്. ഇങ്ങനെ ധാരാളം മദ്ഹുകൾ പറഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, പടച്ചവനെ എന്റെ ഹിദായത്ത്, എന്റെ സന്മാർഗം നീ നിലനിർത്തി തരണേ എന്ന ദുആ നടത്തുന്നത്. അപ്പൊ എങ്ങനെ ദുആ ചെയ്യണം, എങ്ങനെ അള്ളാഹുവിനോട് ഒരു കാര്യം ചോദിക്കണം എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ നമ്മുടെ സ്വന്തം ഒരു കാര്യം, നമ്മുടെ മക്കളുടെ കാര്യം, നമ്മളുടെ വീടിന്റെ കാര്യം, നമ്മളുടെ ജോലിയുടെ കാര്യം, ഭർത്താവിന്റെ ജോലിയുടെ കാര്യം, ഇങ്ങനെ അള്ളാഹിനോട് നമ്മൾ ദുആ ചെയ്യുമ്പോ അതിന്റെ തുടക്കത്തിൽ ബിസ്മി വേണം, ഹംദ് വേണം, അതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലണം. അത് നമ്മളെ മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. സ്വലാത്തും കൂടെ ചൊല്ലി നമ്മൾ ഒരു കാര്യം ചോദിച്ചാൽ അതിനെന്തായാലും ഫലം ഉണ്ടാകും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഫാത്തിഹ സൂറത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് നമ്മൾ അതിനെ വല്ലാതെ പ്രേമിക്കുന്നവരാകണം, സ്നേഹിക്കുന്നവരാകണം. തെറ്റില്ലാതെ ഫാത്തിഹ ഓതാൻ നമുക്കറിയണം, അതിന്റെ അർത്ഥം നമുക്കറിയണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ലാ സ്വലാത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്, സൂറത്തുൽ ഫാത്തിഹ കൃത്യമായി ഓതാത്തവർക്ക് നിസ്കാരം തന്നെ ഇല്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ബാക്കിയുള്ള എന്ത് കാര്യത്തിലും ഉഷാറാണെങ്കിലും നിസ്കാരമാണ് ആദ്യം നമ്മളോട് ചോദിക്കുന്ന കാര്യം. നമ്മൾ മരണപ്പെട്ട് ആദ്യമായിട്ട് നമ്മളോട് ഹിസാബ് നടത്തുന്ന കാര്യം നിസ്കാരമാണ്. ആ കാര്യത്തിൽ നമ്മൾ ക്ലിയർ ആണെങ്കിൽ, കൃത്യമായ ഫാത്തിഹ ഓതി 5 വക്ത് നിസ്കാരവും ഖളാ ഇല്ലാതെ നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ മറ്റു ചോദ്യങ്ങളൊക്കെ സിമ്പിൾ ആയിരിക്കും, അവന് വലിയ പ്രയാസങ്ങൾ ഉണ്ടാവൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫാത്തിഹ നമ്മൾ ക്ലിയർ ആക്കണം. ഫാത്തിഹയുടെ ബഹുമാനം നമ്മൾ മനസ്സിലാക്കണം, അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി ഓതണം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി തങ്ങൾ പറയാണ്, ഖാല മൻ സ്വല്ലാ സ്വലാത്തൻ ലം യഖറ ഫീഹാ ബി ഉമ്മിൽ ഖുർആൻ, ഖുർആൻ ഓതാതെ ഒരാൾ നിസ്കരിച്ചാൽ ഫഹിയ ഖിദാജ്, ആ നിസ്കാരം ഒരിക്കലും പൂർണ്ണമല്ല, ഗൈറു തമാം, അത് പൂർണ്ണമല്ല, നിസ്കാരമായിട്ടില്ല. ഫഖീല ലി അബീ ഹുറൈറത ഇന്നാ നകൂനു വറാഅൽ ഇമാം,
അപ്പോ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോഴും മഅ്മൂമീങ്ങളും ഫാത്തിഹ ഓതണോ എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. ഫഖാല ഇഖ്റഅ ബിഹാ ഫീ നഫ്സിക, നമുക്കറിയാം മഅ്മൂമീങ്ങളും നിർബന്ധമായിട്ടും ഓതേണ്ടതാണ് ഫാത്തിഹ. സൂറത്താണ് ജമാഅത്തിൽ ഇമാമ മാത്രം ഓതേണ്ടത്, ഫാത്തിഹയ്ക്ക് ശേഷം ഓതുന്ന സൂറത്ത്. ഫാത്തിഹ നിർബന്ധമായിട്ടും എല്ലാവരും ഓതണം. അപ്പൊ അതുകൊണ്ട് ഫാത്തിഹ നമ്മൾ നന്നായി പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ഫാത്തിഹ ഓതിയിട്ട് ഒരു കാര്യം ചോദിച്ചാൽ ലഭിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഫാത്തിഹയുടെ ഓരോ ആയത്തുകൾക്കും അല്ലാഹു മറുപടി തരുന്നുണ്ട്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടെ പറഞ്ഞു ഞാൻ നിർത്തുകയാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പ്രിയപ്പെട്ട ഉമ്മമാരെ നോക്കൂ, ഫൈദാ ഖാലൽ അബ്ദു, ഒരു മനുഷ്യൻ, ഒരു അടിമ, നമ്മളൊക്കെ അതിൽപ്പെട്ടു, നമ്മൾ പറയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകങ്ങളുടെ, ഭൂമികളുടെയും ഭൂമിയുടെ എന്ന് തന്നെ ഖുർആൻ പറയുന്നുണ്ട്. ഇതുപോലെ ധാരാളം ഭൂമികൾ ഉണ്ട് എന്നാണ് ഇപ്പോ ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അത് നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഏതായാലും ഇരിക്കട്ടെ, ഭൂമികളുടെയും ആകാശങ്ങളുടെയും ഓരോ പ്രത്യേക ലോകങ്ങളുടെയും പരിപാലകനായ അല്ലാഹുവിനാണ് സർവസ്തുതിയുമെന്ന് നമ്മളങ്ങ് പറഞ്ഞാൽ, അപ്പൊ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ തുടങ്ങുകയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ പറഞ്ഞാൽ, അല്ലാഹുവിന്റെ റസൂൽ പറയാണ് ഖാലല്ലാഹു തആല, അല്ലാഹ് പറയും ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് അല്ലാഹ് പറയാണ്. വൈദാ ഖാല അർറഹ്മാനിർ റഹീം, അർറഹ്മാനിർ റഹീം എന്ന് നമ്മൾ അടുത്ത ആയത്തങ്ങ് പറഞ്ഞാൽ ഖാലല്ലാഹു തആല, ഉടനെ തന്നെ അല്ലാഹ് പറയാണ് അസ്നാ അലയ്യ അബ്ദി, എന്റെ അടിമ എന്നെ പ്രശംസിച്ചിരിക്കുന്നു. അല്ലാഹ് പറയുന്നത് കേൾക്കാനുള്ള കാതുകൾ, അതിനുള്ള കേൾവി ശക്തി നമുക്കില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. പക്ഷേ അള്ളാഹിന്റെ റസൂല് നമ്മൾ കേൾക്കാത്തത് നമുക്ക് പഠിപ്പിച്ചു തരാണ്. അതുകൊണ്ട് അള്ളാഹിനെ കൊണ്ട് എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു, എന്റെ അടിമ എന്നെ പ്രശംസിച്ചിരിക്കുന്നു എന്ന് നമ്മൾ ഉടനെ പെട്ടെന്ന് ധാരാളം പ്രാവശ്യം ഒരു ദിവസം പറയിപ്പിക്കണം. അപ്പോഴാണ് നമ്മൾ അള്ളാഹിനോട് അടുക്കുക. നമ്മൾ അള്ളാഹിനെ കൊണ്ട് ഇത് പറയിപ്പിക്കണം. അപ്പൊ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അല്ലാഹ് ഹമിദനി അബ്ദി എന്ന് പറഞ്ഞു. അർറഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ അസ്നാ അലയ്യ അബ്ദി, എന്റെ അടിമ എന്നെ പ്രശംസിച്ചിരിക്കുന്നു എന്ന് അല്ലാഹ് പറയാണ്. വൈദാ ഖാല മാലികി യൗമിദ്ദീൻ, മാലികി യൗമിദ്ദീൻ, ഖിയാമത്ത് നാളിൽ, അന്ത്യനാളിന്റെ യഥാർത്ഥ ഉടമയായ അല്ലാഹ് എന്ന് പറയുമ്പോ എന്ന ആയത്ത് നമ്മൾ ഓടുമ്പോ ഖാല, അല്ലാഹ് പറയാണ് മജ്ജദനി അബ്ദി, എന്റെ വളർമ്മ, എന്റെ പ്രശംസ, എന്റെ കീർത്തനം എന്റെ അടിമ ഇതാ പറഞ്ഞിരിക്കുന്നു. ഓരോ ആയത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളെ ഇങ്ങോട്ടും പറഞ്ഞ് പ്രശംസിച്ചു കൊണ്ടിരിക്കുകയാണ്. قال فإذا قال إياك نعبد وإياك نستعين, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, എല്ലാ നിലക്കും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു എന്ന ആയത്തങ്ങ് പറയുമ്പോ ഖാല ഹാദാ ബൈനി വബൈന അബ്ദി വലിഅബ്ദി മാ സഅലാ, ഇത് എന്റെയും എന്റെ അടിമയുടെയും ഇടയിലുള്ള ബന്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നമ്മൾ ഇയ്യാക നഅ്ബുദു, പടച്ചവനെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, വ ഇയ്യാക നസ്തഈൻ, നിന്നോടാണ് ഞങ്ങൾ പരമമായി സഹായം ചോദിക്കുന്നത്. എന്തേ അങ്ങനെ പറയാനുള്ള കാരണം? നിന്നോട് മാത്രമാണ് സഹായം ചോദിക്കുന്നത് എന്ന് ഫാത്തിഹ സൂറത്തിലുണ്ട്. അതുകൊണ്ട് ഔലിയാക്കളോട് സങ്കടം പറയാൻ പാടില്ല, സഹായം ചോദിക്കാൻ പാടില്ല, ബദരീങ്ങളെ വിളിക്കാൻ പാടില്ല, ബദരീങ്ങളുടെ മൗലിദ് നടത്താൻ പാടില്ല, മുത്തുനബിന്റെ മൗലിദ് നടത്താൻ പാടില്ല എന്നൊക്കെ പറയുന്നവർ ഉണ്ട്.
പക്ഷെ അവർക്ക് എന്താണ് ഈ പറയുന്നത് മനസ്സിലായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളെ മോളോട് അല്ലെങ്കിൽ നമ്മളെ മകനോട് ഒരു ഗ്ലാസ് വെള്ളം എടുക്കൂ എന്ന് പറഞ്ഞാൽ അതും തെറ്റായി പോകും. കാരണം അതൊരു സഹായം ചോദിക്കലാണ്. വെള്ളമെടുക്കുക എന്നുള്ള ഒരു കാര്യം ചെയ്തു തരാൻ ആവശ്യപ്പെടലാണ്. അല്ലെങ്കിൽ എന്താണെങ്കിലും അങ്ങനത്തെ എന്ത് കാര്യങ്ങൾ മറ്റൊരാളോട് പറയുകയാണെങ്കിലും വല്ലാത്ത തെറ്റായി പോകും. ഇതനുസരിച്ച് ഇവര് പറയുന്നതനുസരിച്ച്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ പരമമായി പടച്ചവനെ നിനക്ക് മാത്രമേ ആരുടെയും സഹായമില്ലാതെ സ്വന്തം സഹായിക്കാൻ കഴിയുള്ളൂ. ഞങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം മറ്റൊരാൾക്ക് എടുത്തു കൊടുക്കുന്നത്, ഞങ്ങൾ എന്തെങ്കിലും കാശ് കൊടുത്ത് സഹായിക്കുന്നത്, ഞങ്ങൾ വേറെ ഏതെങ്കിലും രൂപത്തിൽ ഏതെങ്കിലും ആളെ സഹായിക്കുന്നതൊക്കെ നീ തന്ന കഴിവ് കൊണ്ടാണ്. ഔലിയാക്കൾ നമ്മെ സഹായിക്കുന്നത് അള്ള കൊടുത്ത കഴിവ് കൊണ്ടാണ്. അമ്പിയാക്കളുടെ സഹായം അള്ള കൊടുത്ത കഴിവ് കൊണ്ടാണ്. അതുകൊണ്ട് അതൊന്നും സ്വന്തം കഴിവ് കൊണ്ടല്ല. അള്ളാഹു മാത്രമാണ് പരമമായി സഹായിക്കുന്നവൻ. അതാണ് ഇയ്യാക നസ്തഈൻ. പടച്ചവനെ നിന്നോട് മാത്രമാണ് മറ്റാരുടെയും സഹായമില്ലാതെ സഹായം ചോദിക്കുന്നത്. അത് നിനക്കേ കഴിയുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം വേറൊരാളോടും സഹായം ചോദിക്കരുത് എന്നൊന്നുമല്ല. അള്ള കൊടുത്ത സഹായം കൊണ്ട് സഹായിക്കുന്നവരോടൊക്കെ നമുക്ക് സഹായം ചോദിക്കാം. അതിനൊന്നും തിരക്കേടില്ല, കുഴപ്പമില്ല. ഏതായാലും അള്ളാനെ ആരാധിക്കുക എന്നുള്ളതും അള്ളാനോട് സഹായം തേടുക എന്നുള്ളതും അടിമയും ഉടമയും തമ്മിലുള്ള ഒരു ബന്ധമാണ്. അതാണ് അള്ളാഹ് പറയുന്നത്, എന്റെയും എന്റെ അടിമയുടെയും ഇടയിലുള്ള ബന്ധമാണ് ഇപ്പോൾ അവൻ പറഞ്ഞത്. നമ്മൾ ഈ ആയത്ത് ഓതുമ്പോഴാണ് അള്ളാഹിന്റെ സംസാരം. അതുകൊണ്ട് തന്നെ വലിയ എന്റെ അടിമ എന്താണോ അവൻ ചോദിക്കുന്നത്, നമ്മൾ പറഞ്ഞത് എന്താ? ഇയ്യാക നസ്തഈൻ, പടച്ചവനെ നിന്നോടാണ് ഞങ്ങൾ സഹായം ചോദിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചോദിച്ചാലും വലിയ എന്റെ അടിമ എന്താണോ ചോദിക്കുന്നത് അത് അവന് ലഭിക്കുന്നതാണ്, ഞാൻ നൽകുന്നതാണ് എന്ന് അല്ലാഹ് പറയും. ഫൈദാ ഖാല, പിന്നെ അടുത്ത ആയത്ത്, അടുത്ത സൂറത്തുൽ ഫാത്തിഹയുടെ അടുത്ത ഭാഗം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന ഭാഗം ഓതുമ്പോൾ ഖാല ഹാദാ ലിഅബ്ദി വലിഅബ്ദി മാ സഅലാ, ഇത് എന്റെ അടിമക്ക് നിർബന്ധമായിട്ടും ഉണ്ടാകേണ്ടതാണ് അള്ളാഹുവിന്റെ അടുത്തുനിന്നുള്ള ഹിദായത്ത്, സന്മാർഗം എന്നുള്ളത്. അതുകൊണ്ട് ആ സന്മാർഗം എന്റെ അടിമക്ക് ഞാൻ നൽകിയിരിക്കുന്നു, അവൻ ചോദിക്കുന്നത് ഞാൻ നൽകിയിരിക്കുന്നു എന്ന് അള്ളാഹ് പറയും. അപ്പൊ ഒരു ഫാത്തിഹ സൂറത്ത് ഓതുമ്പോഴേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ആയത്തിനും പ്രതികരിക്കുകയാണ്. അള്ളാന്റെ പ്രതികരണം ഉണ്ടാവുകയാണ്. അപ്പൊ മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, പെങ്ങന്മാരെ, നമ്മള് വീണ്ടും ആവർത്തിച്ചു പറയാണ്, ഫാത്തിഹ സൂറത്തിന് എല്ലാത്തിനും ഫാത്തിഹ സൂറത്ത് ഓതുന്ന സ്വഭാവം നമുക്ക് വേണം. അതിന്റെ ബഹുമാനം നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ആ രൂപത്തിൽ നമ്മൾ പ്രവർത്തിക്കണം. അപ്പോ നമ്മുടെ രോഗങ്ങൾക്ക് ശമനമായിട്ട്, മരുന്നായിട്ട് ഫാത്തിഹ സൂറത്ത് മാറും. അതുപോലെ തന്നെ വലിയ വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ഫാത്തിഹ സൂറത്ത് മാറും. നിങ്ങൾ കരുതും ചെറിയ എന്തെങ്കിലും കുട്ടികളുടെ വാശിയോ അല്ലെങ്കിൽ ഉറക്കത്തിൽ ഉറങ്ങാതിരിക്കലോ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ പറ്റുള്ളൂ എന്ന് നമ്മളെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് കണ്ടോ നിങ്ങൾ? നമുക്ക് വിശ്വാസം വേണം, അപ്പോഴാണ് അതിന്റെ ഫലം കിട്ടുക. ബഹുമാനപ്പെട്ട അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇൻതലഖ നഫറും മിൻ അസ്ഹാബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫറത്തിൻ സഫറുഹാ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിൽപ്പെട്ട ഒരു സംഘം ആളുകൾ യാത്ര പോവുകയാണ്. ഹത്താ നസലു അലാ ഹയ്യിൻ മിൻ അഹ്യാഇൽ അറബ്, അങ്ങനെ അവർ സഞ്ചരിച്ച് അവർക്ക് ക്ഷീണം വന്നപ്പോ അവർക്ക് വെള്ളം കുടിക്കാനും ഒന്ന് കുളിച്ച് ഫ്രഷ് ആകാനും ഒക്കെ ഏതോ ഒരു നാട്ടിൽ അവിടെ ഒരു കുടുംബം ജീവിക്കുന്നുണ്ട്. അവരുടെ അടുത്ത് അവർ യാത്ര താൽക്കാലികമായിട്ട് അവസാനിപ്പിച്ചു. ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങി ഒന്ന് ക്ഷീണം മാറ്റാമെന്ന് അവർ കരുതി. ഫസ്തളാഫൂഹും, അന്യൊരു നാട്ടിലാണ്, മറ്റൊരു നാട്ടിലാണ്. ഇവരെടുത്ത്
ഒന്നുമില്ല, യാത്രക്കാരാണല്ലോ. അതുകൊണ്ട് ആ നാട്ടുകാരോട് ഇവർ ചോദിച്ചു, ആ കുടുംബത്തോട് ചോദിച്ചു, ഞങ്ങൾക്ക് വല്ല ഭക്ഷണവും അതുപോലെ തന്നെ കുളിക്കാനുള്ള സൗകര്യവും കുടിക്കാനുള്ള വെള്ളമൊക്കെ തരുമോ എന്ന് ചോദിച്ചു. സ്വാഭാവികമായിട്ടും പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മളെ നാട്ടിൽ മറ്റൊരു നാട്ടിൽ നിന്ന് ഒരാൾ വന്നാൽ നമ്മൾ അവനെ അതിഥിയായിട്ട് സ്വീകരിക്കൽ നിർബന്ധമാണ്. നമ്മൾ വീട്ടിൽ സൽക്കാരുണ്ടാക്കിയിട്ട് നമ്മളെ അമ്മായിന്റെ മക്കള് അല്ലെങ്കിൽ അങ്ങനെ കുടുംബക്കാരെ വിളിച്ച് ഭക്ഷണം കൊടുക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. അവരെ വിളിച്ചാൽ എന്തായാലും ഭക്ഷണം കൊടുക്കേണ്ടി വരും. അതിനെക്കുറിച്ചല്ല പറയുന്നത്. മറിച്ച് അപരിചിതനായ നമ്മളെ കുടുംബമൊന്നുമല്ല, നമുക്കറിയില്ല, മറ്റൊരു നാട്ടിൽ ഒരാള് നമ്മളെ നാട്ടിൽ വന്നാൽ നമ്മളെ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം ചോദിക്കുകയാണ്. പുത്തഞ്ചിറ ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് ആരെങ്കിലും ഭക്ഷണം കൊടുത്തിട്ടില്ലെങ്കിൽ നാട്ടുകാർ മുഴുവനും കുറ്റക്കാരാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. പുത്തഞ്ചിറിനെ പറ്റി മുത്തുനബി പറഞ്ഞു എന്നല്ലട്ടോ പറഞ്ഞത്, മറിച്ച് ഒരു മഹല്ലിൽ, ഒരു നാട്ടിൽ, ഒരു അന്യനാട്ടിൽപ്പെട്ട ഒരാൾ വന്നിട്ട് ഭക്ഷണം ചോദിച്ച്, അവന് താമസിക്കാനുള്ള സൗകര്യം ചോദിച്ച്, കുളിക്കാനുള്ള സൗകര്യം, ബാത്റൂമിൽ പോകാനുള്ള സൗകര്യം ഒക്കെ ചോദിച്ചാൽ 3 ദിവസം അത് കൊടുക്കൽ, സൗകര്യം ചെയ്തു കൊടുക്കൽ ആ നാട്ടുകാരുടെ മേലിൽ ഫർള് കിഫയാണ്. നമ്മൾ മയ്യിത്ത് നിസ്കാരത്തിനെ കുറിച്ചൊക്കെ പറയുന്നത് പോലെ നാട്ടിൽ ആരെങ്കിലും ഒരാൾ മയ്യിത്ത് നിസ്കരിക്കൽ നിർബന്ധമാണ്. ആരും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും എന്ന് പറഞ്ഞതുപോലെ അതിഥിയായിട്ട് അന്യനാട്ടിൽ നിന്ന് ഒരാൾ വന്നാൽ അവർക്ക് 3 ദിവസം അവരെ നമ്മൾ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവരെ അതിഥിയായി പരിഗണിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാവും. ഇരിക്കട്ടെ, ഞാനത് സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. ഈ സ്വഹാബികളുടെ സംഘം യാത്രക്കിടയിൽ ഇറങ്ങിയത് അങ്ങനെ ഒരു നാട്ടിൽ ഒരു കുടുംബത്തിന്റെ അടുത്താണ്. ആ കുടുംബക്കാരോട് ഞങ്ങളെ അതിഥികളായിട്ട് സ്വീകരിക്കണം, ഞങ്ങൾക്ക് വെള്ളം വേണം, കുളിക്കാനും കുടിക്കാനുമുള്ള സൗകര്യം വേണം, ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അവരതിന് തടസ്സം പറഞ്ഞു. കഴിയൂല, നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വെള്ളം തരാനും ഭക്ഷണം തരാനും ഒന്നും ഞങ്ങൾക്ക് കഴിയില്ല എന്നവര് പറഞ്ഞ ആതിഥ്യ മര്യാദ കാണിക്കാതെ അവരതിൽ നിന്ന് പിന്തിരിഞ്ഞു. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. വ്യാജകരായിട്ട് നമ്മളെ വീട്ടിലൊക്കെ പലരും വരും. അവര് വ്യാജന്മാരാണെന്നോ അല്ലെങ്കിൽ തട്ടിപ്പുകാരാണെന്നോ അതൊന്നും തീരുമാനിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മളൊരു കാര്യം ഓർക്കുക, നമ്മളെ വീട്ടിൽ അക്രമമോ മറ്റു കാര്യങ്ങളോ തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നും നടത്താൻ സമ്മതിക്കാതെ നമ്മളെ കയ്യിലുള്ള എന്തെങ്കിലും അവർക്ക് കൊടുത്ത്, ഭക്ഷണം വേണമെങ്കിൽ അതും കൊടുത്തിട്ട് അവരെ പറഞ്ഞയക്കൽ ആണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ മര്യാദ. അപ്പൊ അവര് തട്ടിപ്പാണ്. തട്ടിപ്പായി അല്ലെങ്കിൽ വെട്ടിപ്പായി ഇതൊന്നും നോക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു സന്ദർഭത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, ഒരു അവിശ്വാസിയായ മനുഷ്യന് ഭക്ഷണം ചോദിച്ചു വന്നപ്പോ ഒരു സ്വഹാബി ഭക്ഷണം കൊടുത്തില്ല. ഭക്ഷണം കൊടുക്കാതിരുന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്തേ നീ ഭക്ഷണം കൊടുക്കാതിരുന്നത്? ആ സ്വഹാബി പറഞ്ഞത്, നബിയേ, അവൻ വിശ്വാസിയല്ല. നബി തങ്ങൾ ചോദിച്ചു, അവൻ എത്ര പ്രായമുണ്ട്? അവനൊരു 19 വയസ്സായിട്ടുണ്ടാകും. ഈ സ്വഹാബി മറുപടി പറയാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ അടുത്ത ചോദ്യം, ഈ 19 വർഷം അവനെ പോറ്റിയതാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ട ഭക്ഷണവും വെള്ളവും വായുവും കൊടുത്ത്, ആരോഗ്യം കൊടുത്ത്, താമസിക്കാനുള്ള സൗകര്യം കൊടുത്ത്, ഈ 50ഓളം വർഷം അവൻ അവിശ്വാസിയായിട്ടും അല്ലാഹു പോറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ നിനക്ക് കഴിയില്ലേ എന്ന് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, അതാണ്. അവൻ വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്നൊന്നും നമ്മൾ നോക്കണ്ട. അവനെ ഇങ്ങനെയൊക്കെ ആയിട്ടും പോറ്റുന്ന അല്ലാഹു ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കഴിയോ എന്തെങ്കിലും കൊടുത്തു പെട്ടെന്ന് പറഞ്ഞേക്കാം. ഇതാണ് ചെയ്യേണ്ടത്.
ഈ കുടുംബം, ഈ സ്വഹാബികൾ ഞങ്ങൾക്ക് വല്ലതും തന്ന് ഞങ്ങളെ സഹായിക്കണം, ഞങ്ങൾ യാത്രക്കാരാണെന്ന് പറഞ്ഞപ്പോ അവർക്ക് ഒന്നും കൊടുത്തില്ല, ആദ്യമര്യാദ കാണിച്ചില്ല. അങ്ങനെ സമയം ഇവരവിടെ ഉണ്ട്, സ്വഹാബികൾ അവിടെ ഇങ്ങനെ ഫ്രഷ് ആകാൻ വേണ്ടി, ഒന്ന് ക്ഷീണം മാറ്റാൻ വേണ്ടി അവിടെ ഇവിടങ്ങളിൽ തണലുകളിൽ, മരത്തിന്റെ തണലുകളിലൊക്കെ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ആ കുടുംബത്തിലെ പ്രായമായ കാരണവരുടെ, ആ കുടുംബത്തിലെ നേതാവ് എന്ന് പറയാം, കാരണവർക്ക് പാമ്പ് കടിയേറ്റു. ചുറ്റുഭാഗത്തുള്ള വൈദ്യന്മാരെ അവർ സമീപിച്ചു, മരുന്നുകൾ പലതും പ്രയോഗിച്ചു നോക്കി, ഒന്നും ഒന്നും ഉപകാരപ്പെടുന്നില്ല, വിഷം ഇറങ്ങുന്നില്ല. പാമ്പിന്റെ വിഷം തീണ്ടി ഇയാളിങ്ങനെ പുളയുകയാണ്, വേദന കൊണ്ട് പുളയുന്നുണ്ട്, വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ഒരു മരുന്നും ഫലിക്കുന്നില്ല. അപ്പൊ അവരിൽപ്പെട്ട, ആ കുടുംബത്തിൽപ്പെട്ട ഒരാള് സ്വഹാബികൾ, മരത്തിന്റെ തണലുകളിൽ വിശ്രമിക്കുന്ന സ്വഹാബികളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ലൗ അതൈതും ഹൗലാഇ റഹത്ത് അല്ലദീന നസലൂ ലഅല്ലഹു അൻ യകൂന ഇൻദ ബഅദിഹിം ഷൈഅ. അവര് തമ്മിൽ പറയുകയാണ്, ആദ്യം അവര് തമ്മിൽ പറഞ്ഞു, അല്ല നമ്മളെ നാട്ടിൽ അറബികളായ പുറത്തു നിന്നുള്ള മദീനക്കാരായ ആളുകൾ ഇവിടെ യാത്രക്കാരായിട്ട് വന്നിട്ടുണ്ടല്ലോ, അവരുടെ അടുത്ത് വല്ല മരുന്നും ഉണ്ടാവോ എന്നവര് തമ്മിൽ ഇങ്ങനെ പറഞ്ഞു. ഫഖാലൂ, എന്നിട്ട് അവര് സ്വഹാബികളോട് ചെന്ന് പറയാണ്, യാ അയ്യുഹർ റഹ്തു ഇന്ന സയ്യിദനാ ലുദ്ഗാ, ഓ ഞങ്ങളുടെ നേതാവ് പാമ്പ് കടിയേറ്റിട്ടുണ്ട്, വസഅയ്നാ ലഹു ബികുല്ലി ശൈഇൻ ലാ യൻഫഉഹു ശൈഅ, ഞങ്ങൾ പല മരുന്നുകളും നോക്കി, ഒന്നും ഉപകാരപ്പെടുന്നില്ല. ഫഹൽ ഇൻദ അഹദിൻ മിൻകും മിൻ ശൈഇ, നിങ്ങളുടെ അടുത്ത് വല്ല മരുന്നുമുണ്ടോ എന്ന് അവർ വന്ന് ചോദിക്കുകയാണ്. ഫഖാല ബഅദുഹും, സ്വഹാബികളിൽപ്പെട്ട ഒരു സ്വഹാബി പറഞ്ഞു, നഅം, അതെ ഞങ്ങളുടെ അടുത്ത് മരുന്നുണ്ട്. വല്ലാഹി ഇന്നി ലഅർഖി, അല്ലാഹുവാണ് സത്യം, ഞാൻ മന്ത്രിച്ചൂതാറുണ്ട്. വലാകിൻ, പക്ഷേ ഒരു നിബന്ധനയുണ്ട്. വല്ലാഹി ലഖദ് ഇസ്തളഫ്നാകും ഫലം തുളയ്യിഫുനാ ഫമാ അന ബിറാഖിൻ ലക്കും, ഞാൻ നല്ല മന്ത്രിക്കും, മന്ത്രിച്ചാൽ നല്ല ഫലം ഉണ്ടാവും, ഞാനത് ചെയ്യുന്ന ആളാണ്. പക്ഷെ ഒരു കാര്യം, ഞങ്ങൾ അന്യനാട്ടിൽ നിന്ന് ഇവിടെ വന്ന് നിങ്ങളോട് ഞങ്ങളെ സൽക്കരിക്കണം, ഞങ്ങളെ സ്വീകരിക്കണം, അതിഥികളായി സ്വീകരിക്കണം, ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്യില്ല, നിങ്ങൾ ഞങ്ങളെ തടയുകയാണ് ചെയ്തത്, നിങ്ങൾ അതിഥികളായി സ്വീകരിച്ചില്ല, ആതിഥ്യ മര്യാദ കാണിച്ചില്ല. അതുകൊണ്ട് ഫമാ അന ബിറാഖിൻ ലക്കും, നിങ്ങൾക്ക് ഞാൻ മന്ത്രിച്ചു തരില്ല. ഹത്താ തജ്അലൂ ലനാ ജുഅലാ, ഞങ്ങൾ മന്ത്രിക്കുകയാണെങ്കിൽ അതിന് ഫീസ് തരണം. ഞങ്ങളെ അതിഥികളായിട്ട് സ്വീകരിച്ചിരുന്നെങ്കിൽ ഫ്രീ ആയിട്ട് മന്ത്രിക്കുമായിരുന്നു, മന്ത്രിക്കുന്നതിന് ഞങ്ങൾക്ക് ഫീസ് വേണം. അങ്ങനെ ഫസാലഹൂഹും, അപ്പൊ അവര് ചോദിച്ചു എത്രയാണ് ഫീസ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് അവരെത്തിപ്പെട്ടത് അലാ ഖതീഇൻ മിനൽ ഗനമി, കുറച്ച് ആടുകൾ വേണം. ഇവര് ആടിനെ വളർത്തുന്ന കുടുംബാണ്, ഗോത്രക്കാരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് ആടുകൾ വേണം, മന്ത്രിച്ചതിന് ഫലമായിട്ട്, അതിന്റെ ഫീസായിട്ട് ആടുകൾ വേണം. ഫന്തലക യത്ഫിലു അലൈഹി വയഖറഉ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ സ്വഹാബി പാമ്പ് കടിയേറ്റ ആൾക്ക് മന്ത്രിച്ചത് എന്താണ്? ആ സ്വഹാബി പോയിട്ട് മന്ത്രിച്ചത് യത്ഫിലു അലൈഹി വയഖറഉ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വഹാബി ഫാത്തിഹ സൂറത്ത് ഓതിക്കൊണ്ടാണ് മന്ത്രിച്ചത്. മന്ത്രിക്കുമ്പോ എങ്ങനെയാണ് ഊതേണ്ടത്? പല രൂപത്തിലുള്ള ഊത്തുകളുണ്ട്. ഒന്നിരിക്കൽ നമ്മളുടെ വായിൽ നിന്ന് സാധാരണ നമ്മൾ ഊതും പോലെ
കാറ്റ് ഊതി ആ കാറ്റ് നമ്മൾ ഊതുന്ന സ്ഥലത്ത് എവിടേക്കാണോ ഊതുന്നത് അങ്ങോട്ട് തട്ടിക്കുക, വെള്ളത്തിലേക്കാണ് ഊതുന്നത് എങ്കിൽ വെള്ളത്തിലേക്ക് തട്ടിക്കുക. അങ്ങനെ അല്ലെങ്കിൽ ഉമിനീരില്ലാതെ തുപ്പുന്ന രൂപം, ഉമിനീരില്ലാതെ എന്ന് പറഞ്ഞ് അതിന്റെ ഒരു സൗണ്ട്, അപ്പോഴും കാറ്റ് തന്നെയാണ് പോവുക. ഇങ്ങനെയും ചെയ്യാം, പല രൂപം അതിനുണ്ട്. ഏതായാലും നമുക്ക് കഴിയുന്ന രൂപത്തിലൊക്കെ ചെയ്യുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതിക്കൊണ്ട്, ഫാത്തിഹ സൂറത്ത് ഓതിക്കൊണ്ട് ഈ സ്വഹാബി യത്ഫിലു എന്ന് പറഞ്ഞാൽ ഉമിനീരില്ലാതെ തുപ്പുക, ഈ രൂപത്തിലാണ് ചെയ്തത്. അങ്ങനെ ഫാത്തിഹ ഓതിക്കൊണ്ട് ആ പാമ്പ് കടിയേറ്റ സഹോദരനെ അങ്ങ് മന്ത്രിച്ചപ്പോൾ ആ വിഷത്തിൽ നിന്ന്, ആ വിഷമേറ്റ വ്യക്തി അതിൽ നിന്ന് മോചിതനാവുകയാണ്, ഉന്മേഷവാനാവുകയാണ്. ഒരു കുഴപ്പമില്ലാതെ അദ്ദേഹം എഴുന്നേറ്റ് നടക്കുകയാണ്. അപ്പോ രോഗം മാറി. അതാണ് വിശ്വാസത്തോടുകൂടെ ചെയ്താൽ. ഏത് വിഷമേറ്റത് എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രശ്നമുള്ള രോഗമാണല്ലോ, പ്രശ്നമുള്ള കാര്യമാണ്. അതും ഫാത്തിഹ കൊണ്ട് മാറി, സുഖമായി അദ്ദേഹം നടന്നുപോയി. ആ കുടുംബം അവർ നേരത്തെ പറഞ്ഞുറപ്പിച്ചിരുന്ന ആ ഫീസ്, ആ കാശ്, അല്ല ആ ആടുകളുടെ ഒരു കൂട്ടം ആടുകളെ അവർക്ക് കൊടുത്തു. കുറെ ആടുകളുണ്ട്. അപ്പൊ സ്വഹാബികളിൽപ്പെട്ട ചിലര് പറഞ്ഞു, എല്ലാവർക്കും നമുക്ക് ഓരോന്ന് എടുക്കുക. അപ്പൊ മന്ത്രിച്ച സ്വഹാബി പറഞ്ഞു, എല്ലാരും കൂടി മന്ത്രിച്ചിട്ടില്ല, ഒരു സ്വഹാബിയാ മന്ത്രിച്ചത്. ആ സ്വഹാബി പറഞ്ഞു, മന്ത്രിച്ച സ്വഹാബി പറഞ്ഞു, ലാ തഫ്അലൂ, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ആടുകളെ മന്ത്രിച്ചതിന് ഫീസായിട്ട് വാങ്ങുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ കാര്യം ഒന്ന് ചർച്ച ചെയ്യണം, എന്നിട്ട് വേണം നമ്മൾ ഇതിലൊരു തീരുമാനം എടുക്കാൻ. ആ സ്വഹാബി പറയാണ്, നിങ്ങൾ ഒന്നും ചെയ്യരുത്, ആടുകളെ വിതരണമൊന്നും ചെയ്യരുത്. നമുക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് എത്തുന്നത് വരെ ഒന്നും ചെയ്യണ്ട. നമ്മൾ ചെയ്ത കാര്യം അള്ളാഹുവിന്റെ റസൂലിനോട് പറയാ, എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ എന്താണോ കൽപ്പിക്കുന്നത് നമുക്ക് നോക്കാം. ഫഖദ്ദിമൂ അലാ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് സ്വഹാബികൾ യാത്ര കഴിഞ്ഞെത്തി. ഫദക്കറൂ ലഹു, നബി തങ്ങളോട് ഈ സംഭവം പറഞ്ഞു. ഇങ്ങനെ ഞങ്ങളെ യാത്രക്കിടയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഞങ്ങൾ മന്ത്രിച്ചു. ആ മന്ത്രിച്ചതിന്റെ ഫലമായി ഞങ്ങൾ അതിന് ഫീസ് വാങ്ങിയ ആടുകളാണിത്. നബി തങ്ങളോട് പറഞ്ഞപ്പോ ഫഖാല വമാ യുദ്രീക അന്നഹാ റുഖിയ, നിങ്ങൾ ചെയ്തത് നല്ല മന്ത്രമാണ്, നല്ല പണിയാണ് എന്ന് പറഞ്ഞിട്ട് ഖദ് അസബ്തും, നിങ്ങൾ ചെയ്തത് ശരിയാണ്. നിങ്ങൾ ചെയ്തതും അതുപോലെ ഫാത്തിഹ ഓതിയതും നിങ്ങൾ അതിന് ഫീസായിട്ട് വാങ്ങിയതും ഒന്നും തെറ്റില്ല. നിങ്ങൾ ആ ചെയ്തതിൽ നിങ്ങൾ ശരി ചെയ്തവരാണ്. ഇഖ്സിമൂ, അതുകൊണ്ട് നിങ്ങൾ വീതിച്ചെടുക്കുക. വദ്രിബൂ ലീ മഅകും സഹ്മാ, നിങ്ങൾ അത് കഴിക്കുമ്പോ ആടിനെ അറുത്ത് അത് പാചകം ചെയ്ത് കഴിക്കുമ്പോ അതിൽ നിന്ന് ഒരു വിഹിതം എനിക്കും തരണേ. കാരണം മന്ത്രിച്ച് കിട്ടിയ ഫലം അത് ബറക്കത്തുള്ളതാണ്, അതുകൊണ്ട് എനിക്കും ഒരു വിഹിതം തരണേ എന്ന് പറഞ്ഞിട്ട് ഫളഹിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് ചിരിച്ചു. സംഗതി നിങ്ങളാണ് പണിയെടുത്തത് എങ്കിലും എനിക്കൊരു കഷ്ണം, ഒരു ഭാഗം എനിക്കും തരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. വലിയ മഹത്വമേറിയ ഹദീസ് സൂറത്താണ് ഫാത്തിഹ സൂറത്ത് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ഫാത്തിഹ സൂറത്തിനെ മുറുകെ പിടിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ.